ഹായ് ഗായ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ? അപ്പോൾ അതാ ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ്. വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ ഞാൻ പറയാം കേട്ടോ. മുഹറം 9 കേട്ടോ. മുഹറം 9ാമത്തെ നോമ്പാണ്. അപ്പോൾ നോമ്പ് പിടിക്കാനൊക്കെ ആയിട്ട് വെളുപ്പിന് എണിച്ചേക്കണേയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്കൊരു ഇടയത്താഴം മുതൽ ഞങ്ങളിങ്ങനെ വെളുപ്പിന് എണിച്ച് ആഹാരം കഴിക്കണ ഇടയത്താഴം എന്നാണ് പറയുന്നത്. ഇടയത്താഴം മുതൽ രാത്രി കിടക്കുന്നവർ നമ്മുടെ ഫുൾ നോമ്പുറക്കൽ കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാ പരിപാടിയും. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യാൻ നോർത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ എണിച്ചിട്ടുണ്ട്. ഏകദേശം സമയമൊക്കെ ഒരു 4 മണി ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ ചോറൊക്കെ ഞാൻ രാത്രി കിടക്കാൻ നേരത്ത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് കേട്ടോ കിടന്നത്. റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ട് കിടന്നത് രാവിലെ എടുത്ത് തിളപ്പിക്കാൻ വെച്ചേനെയാണ് കേട്ടോ. പിന്നെ വഴുതനങ്ങ ഒലുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വഴുതനങ്ങ ഒലുത്തിയൊക്കെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. വഴുതനങ്ങയും കാര്യങ്ങളും ചൂട്. പിന്നെ മീൻ വറുത്തോ ഉണ്ടായിരുന്നു. മീനും കഴിഞ്ഞാൽ രാത്രി വറുത്ത് വെച്ചിട്ടാണ് കേട്ടോ കിടന്നേ. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ മീൻ ചാറാണ്, മീൻ കറി ഉണ്ടായിരുന്നു. ഞാൻ ചാറ് മാത്രമാണ് എടുത്തോളൂ. വെളുപ്പിനായതുകൊണ്ട് നമുക്ക് മീനിൻ്റെ കഷ്ണമൊന്നും കഴിക്കാൻ അത്ര സെറ്റപ്പ് ഉണ്ട്. പിന്നെ വറുത്താണ് പിന്നെയും പോട്ടോ. അപ്പോൾ മീൻ വറുത്തതും ഒഴുത്തും അതുപോലെ തന്നെ അച്ചാറും മീൻ ചാറും കൂടെ ചോറ് കഴിക്കാനൊക്കെ ആയിട്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ വെളുപ്പിന് എനിക്ക് നമുക്ക് വലിയ വിശപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ കഴിച്ചല്ലേ പറ്റുള്ളൂ എന്ന രീതിയിലേക്ക് സമ്മതിക്കില്ല കേട്ടോ. ഒന്നും കഴിക്കാണ്ടിരിക്കാൻ നേരത്തെ ഒന്നും ഞാൻ അങ്ങനെ എനിക്കല്ലോ കഴിക്കലോ ഒന്നും ഉണ്ടാവുന്നില്ല. രാത്രി കിടക്കാൻ നേരത്ത് നെയ്യത്തേക്കും വെച്ചിട്ട് കിടക്കും. പക്ഷെ ഇപ്പം തീരെ സമ്മതിക്കൂല. അപ്പം അങ്ങനെ ഇക്കായാണ് കേട്ടോ. അലാറം വെച്ച് ഇക്കായാണ് ആദ്യം എണിക്കുന്നത്. അത് കഴിഞ്ഞ് മുന്നേ വിളിച്ചെണിപ്പിക്കലാണ് കേട്ടോ പതിവ്. അപ്പോൾ അങ്ങനെ ആഹാരമൊക്കെയും ചോറൊക്കെയും കഴിച്ച് ഇക്കായ ഇവിടെ ഇരിക്കേണ്ട. ഇക്കാക്കുന്ന വണ്ടി പോകണം. ഇക്കാക്കുന്ന ലീവില്ല കേട്ടോ. ഇക്കാക്ക് തിങ്കളാഴ്ച ദിവസമാണ് ലീവ്. ഇക്ക മീൻ വണ്ടിയാണ് കേട്ടോ ഓടിക്കണം. അപ്പോൾ ഞായറാഴ്ച ദിവസം അവർക്ക് കച്ചവടം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇക്ക പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റെഡിയൊക്കെ ആയി ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ ഇറങ്ങിയപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടന്മാർ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അകത്ത് ഇവിടെ നമ്മുടെ വാതിലിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിരുന്നു കേട്ടോ കിടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കിടന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ വാതിൽ തുറന്ന് ഇറങ്ങിയപ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ അതായിക്കാൻ പോകാൻ വേണ്ടി ഗേറ്റും കാര്യങ്ങളൊക്കെ തുറന്നു കൊടുത്തു. ഏകദേശം ഇപ്പോൾ സമയം ഒരു 5:30 ആയിട്ടുണ്ട് കേട്ടോ. 5:45 ആയിട്ടില്ല, 5:30. ഏകദേശം 5:30 ആയിട്ടുണ്ട്. നേരകം വെളുത്തു തന്നെയുള്ളൂ. എല്ലായിടത്തും കിട നല്ല നോമ്പ് പിടിക്കാനൊക്കെ ആയിട്ട് എണിച്ചിട്ട് എല്ലാവരും കിട നല്ല ഉറക്കമാണ് കേട്ടോ. പിന്നെയും കിടന്ന് കാണും. അപ്പം അങ്ങനെ ഞാനും അകത്തേക്ക് കയറി കേട്ടോ. അങ്ങനെ അകത്തേക്ക് കയറി വാലടിച്ച് ഞാൻ അങ്ങനെ അകത്ത് കയറി വാല് കുറ്റിയിട്ടതിന് ശേഷമാണ് കേട്ടോ പോളൂ. അതുവരെ അവിടെ നിൽക്കും. വാലടിച്ച് കുറ്റിയിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പോളൂ. കാരണം എനിക്ക് ഇച്ചിരി പേടി കൂടുതലുണ്ട്, അതിൻ്റെയാണ് കേട്ടോ. പിന്നെ നിച്ചുകുട്ടൻ ഇവിടെ ഇല്ല കേട്ടോ. നിച്ചുകുട്ടൻ എൻ്റെ വീട്ടിൽ പോയേക്കുവാണ്. അവൻ ഇന്നലെ മദ്രസ വിട്ട് കഴിഞ്ഞ് നേരെ അങ്ങോട്ടേക്കാണ് കേട്ടോ പോയേ. അവിടെ വാപ്പിച്ചാണ് കേട്ടോ വിളിച്ച്. ഞാനാണ് കൊണ്ടുപോയി വിട്ടേ. എന്നിട്ട് അവൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അവനക്ക് നോമ്പുണ്ട്, അവന് നോമ്പ് പിടിക്കാൻ എണിച്ചെന്നാ കേട്ടോ ഉമ്മച്ചി പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞതാ എഴുന്നേറ്റു. ഏകദേശം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ സമയം. കാരണം നോമ്പും കാര്യങ്ങളും അപ്പം നിച്ചുകുട്ടനും ഇവിടെ ഇല്ല. അപ്പം ഞാൻ അപ്പം കിടന്നാലും 5:30 ആയപ്പോൾ കിടന്നാലും കുറച്ചു നേരം കഴിഞ്ഞ് പിന്നെ ഏട്ടോ ഉറങ്ങിയോളൂ. കാരണം എനിക്ക് തന്നെ കിടക്കാൻ പേടിയാണ് കേട്ടോ. വെട്ട കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പേടിയാണ്. അപ്പം ഞാൻ കുറേ നേരം വെട്ടമൊക്കെ ഇട്ടുകൊണ്ടാണ് കിടന്നിട്ട് പിന്നെ നേരം വെളുത്ത് വരുമ്പോൾ നമ്മളോട് ജനലിൽ നിന്ന് അത്യാവശ്യം ചെറിയ വെട്ടമൊക്കെ വന്നു കൊടുക്കും. അതിന് ശേഷമാണ് തുടങ്ങി. അപ്പം സമയം 8 മണി 8:15 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണിച്ചപ്പോൾ തന്നെ ഞാൻ ബെഡും കാര്യങ്ങളെല്ലാം വിരിച്ചിട്ടിട്ടാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങി. അല്ലെങ്കിൽ പിന്നെ മടിയായിരിക്കും. അപ്പോൾ അങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങനെ വേറെ ഫുഡ് കാര്യങ്ങളൊന്നും കുക്ക് ചെയ്യാൻ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ചൂടാക്കി തലേന്ന് ഉണ്ടാക്കിയതൊക്കെ നമ്മൾ ചൂടാക്കി എടുത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ചൂടാക്കാനും കാര്യങ്ങളൊക്കെ പിന്നെ ആ പാത്രം കണ്ട് അല്ലെങ്കിൽ ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കും. അങ്ങനെയാണ് പോലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് മീൻകറിയും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് ചൂടാക്കി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അടിച്ചു വരി കളഞ്ഞ് തുടയ്ക്കലിൻ്റെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ വേറെ പനിയൊന്നുമില്ലല്ലോ. അപ്പം രാവിലെ തന്നെ അവിടെ തുടച്ചിടുവാണെങ്കിൽ ഉണങ്ങി കിടന്നോളൂ എന്നുള്ള രീതിയിൽ തുടച്ചിടുവാണ് കേട്ടോ. അപ്പോൾ മുമ്പശത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടൻ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൂച്ചക്കുട്ടൻ അവിടെ കിടക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. 5 കുഞ്ഞുങ്ങളാണ് കേട്ടോ ഉള്ളത്. അത് എവിടെയാണെന്ന് അറിയില്ല. ആദ്യം വാർക്കയുടെ മേളിലായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ കാണാനില്ല കേട്ടോ. എവിടെയോ കൊണ്ടുപോയി ഭദ്രമാക്കി വെച്ചിട്ടുണ്ട്. അതിങ്ങനെയാണല്ലോ പൂച്ച പ്രസവിച്ച് അങ്ങനെയാണല്ലോ എല്ലായിടത്തോടെ ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുപോയി നടക്കുമല്ലോ. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ അവിടെ ഇരുന്ന് അവക്കടെ മേലേക്ക് ഒന്ന് തടവി കൊടുത്തതിന് ശേഷം അവളേക്ക് മാറ്റി മൊത്തം ഫുള്ള് തുടച്ച് അകത്തേക്ക് കയറി വന്ന് അകത്തും തുടച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അകവും കാര്യങ്ങളെല്ലാം തുടച്ച് നല്ല ക്ലിയർ ആക്കി ഇട്ടിട്ടുണ്ട്. നിച്ചുകുട്ടൻ വീട്ടിലായതുകൊണ്ട് തന്നെ എളുപ്പമുണ്ടാവുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ ഫുള്ള് അങ്ങനെ തുടച്ചിട്ടിട്ടുണ്ട്. ഇനി മെയിൻ പരിപാടി കുളിക്കണം. ഇനി കുളിക്കാനുള്ളൂ കേട്ടോ, വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ തുടയെല്ലാം തുടച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അടുക്കളയൊക്കെ തുടച്ച സമയത്ത് അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പുറത്തേക്ക് വന്നു നോക്കിയാൽ അടുത്ത നല്ല അടിപൊളി മഴ അടുത്തതായിട്ട് വന്നുണ്ട് കേട്ടോ. ഇപ്പം മഴ ഒന്ന് വെയിൽ തെളിഞ്ഞ് അപ്പം തന്നെ വീണ്ടും ഇങ്ങനെ മഴയാണല്ലോ. അങ്ങനെ മഴയും വെയിലും ഇങ്ങനെ മാറി മാറിയല്ലേ നിൽക്കണേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ അലക്കിയിടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുളിയുടെയും കഴിഞ്ഞൊരു ഉച്ച കഴിഞ്ഞിട്ടേക്ക് മിഷ്യത്തിലേക്ക് ഇട്ടാൽ മതിയല്ലോ. മിഷ്യത്തിലേക്ക് ഇട്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ വിരിച്ചിടുവാണെങ്കിൽ
പിറ്റേന്ന് രാവിലേക്ക് ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം വെള്ളം വാലിനൊക്കെ ഇട്ട് അത്യാവശ്യം ഉണങ്ങിയൊക്കെ കിട്ടും കേട്ടോ. അപ്പം അതുകൊണ്ട് ഉച്ച കഴിഞ്ഞിട്ടാണ് അലക്കണം. ആ മിഷ്യത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പം അങ്ങനെ കുറച്ച് നേരം പുറത്ത് നിന്ന് കാഴ്ചകളും കാര്യങ്ങളെയും കണ്ടതാ നമ്മുടെ പൂച്ചക്കുട്ടന്മാരും ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവൾക്കടെ കുഞ്ഞാണ് കേട്ടോ, വെള്ളക്കുഞ്ഞ്. അവൾക്കടെ വേറെ കുഞ്ഞുങ്ങളൊന്നും കിട്ടിയുള്ളൂ, വേറെ എല്ലാ കുഞ്ഞുങ്ങളും ചത്തു പോവാണ് കേട്ടോ. അപ്പോൾ ബാക്കി ഈ ഒരെണ്ണത്തിന് മാത്രമാണ് കേട്ടോ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നേരത്തെ കീരിമാകുമ്പോൾ പറഞ്ഞപ്പോൾ ഭയങ്കര സ്നേഹത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ അതവിടെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ജസ്റ്റ് വീട് വരെ ഒന്ന് പോകണം. നിച്ചുക്കുട്ടനെ വിളിച്ചുകൊണ്ട് വരണം. നിച്ചുക്കുട്ടനില്ലെങ്കിൽ നമ്മുടെ വീട് ഒരു ഉറങ്ങിയ മാതിരിയാണ് കേട്ടോ. അവനോട് ഉണ്ടെങ്കിൽ എൻ്റെ പുറകെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും. അവന് കളിക്കാൻ വണ്ടി എടുത്ത് കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഉണ്ടായിക്കൊണ്ടാണ്ടാ നടക്കുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് നോമ്പും കൂടെ ആയപ്പോൾ നമുക്ക് എനിക്കൊരു സങ്കടം എന്താണെന്നറിയില്ല, അതിനെ കാണാത്തതുകൊണ്ട് ഒരു വിഷമം. അപ്പോൾ അതാ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വാപ്പിച്ച് ഇവിടെ ഇരിക്കണ്ട കേട്ടോ. അപ്പോൾ നിച്ചുക്കുട്ടൻ അടുത്ത് വന്ന് ഇരിക്കേണ്ട, ഉമ്മച്ചി ഇരിക്കേണ്ട, ഉമ്മച്ചിയുടെ പണിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഉമ്മച്ചി ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ വീടെത്തി കഴിഞ്ഞപ്പോൾ നിച്ചുകുട്ടിനെ ഇച്ചിരി അങ്ങനെ പുന്നാരിപ്പിക്കണേയാണ് കേട്ടോ. അവനക്ക് ഇച്ചിരിനെ കാണുമ്പോൾ ഇച്ചിരി പുന്നാരം കൂടുതലാണ്. അപ്പോൾ ഉമ്മി നമുക്ക് കിടക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ വീട്ടിൽ വന്ന് കുറച്ച് നേരം അങ്ങോട്ട് കിടന്നു കേട്ടോ. ഒത്തിരി നേരം ഒന്നും കിടക്കാൻ സമയമില്ല കേട്ടോ. അപ്പോൾ അവനെ മേളിൽ എന്തോ കാണിച്ചു തന്നുകൊണ്ടിരിക്കണേയാണ്. അപ്പോൾ ഞങ്ങൾ അതിനെ ലൈറ്റ് ഓഫാക്കി ചുമ്മാ കിടന്നു. ഉറങ്ങാനൊന്നുമല്ല കേട്ടോ, ചുമ്മാ ഒന്ന് കിടക്കണേ കേട്ടോ. അപ്പം ഞങ്ങൾ എന്താ എടുക്കണേന്ന് അറിയാൻ വേണ്ടി രണ്ടുപേരും ഇവിടെ വന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരങ്ങനെ വന്ന് നോക്കിയപ്പോൾ ടാറ്റയും കൊടുത്ത് അവരൊക്കെ പറഞ്ഞു വിട്ടു. അപ്പം പിന്നെ ഉച്ച കഴിഞ്ഞ് പിന്നെയാണ് ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നത്. ഏകദേശം 2:30 ആയി പിന്നെ വീട്ടിൽ നിന്ന് പോകുന്ന വഴിക്ക് ഞങ്ങൾ പത്തിരി മേടിച്ചുകൊണ്ട് പോന്നു കേട്ടോ. ഇക്ക പറഞ്ഞു നോമ്പൊക്കെ മേടിച്ചുകൊണ്ട് പത്തിരി ഉണ്ടാക്കണ്ട, വീട്ടിൽ പോകുമ്പോൾ കൊച്ചിനെ വിളിക്കാൻ പോകുമ്പോൾ മേടിച്ചുകൊണ്ട് പോരേന്ന് പറഞ്ഞു. അങ്ങനെ മേടിച്ചുകൊണ്ട് വന്നതാ നമ്മൾ ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാനായിട്ടതാ. ഈവനിങ് സ്നാക്സ് എന്ന് ഉദ്ദേശിച്ചത് നോമ്പൂറായിട്ടാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാനായിട്ട് ഉരുളക്കിഴങ്ങ് ഇപ്പോൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഒരു വെറൈറ്റി സാൻഡ്വിച്ചാണ് കേട്ടോ, വെജിറ്റബിൾ സാൻഡ്വിച്ച്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. റെസിപ്പി ഞാൻ അതിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ജസ്റ്റ് ഉപ്പും വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം സവാള, ക്യാപ്സിക്കം, ക്യാരറ്റ്, പച്ചമുളക്, തക്കാളി, ഇത്രയും സാധനങ്ങൾ നല്ലോണം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം അത്രയും സാധനങ്ങൾ അങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ അവിടെ ഇറച്ചി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു, ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് വെള്ളത്തിലിട്ട് കഴുകി വരാൻ വേണ്ടി വെച്ചേക്കണേയാണ് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ച് ഞാൻ അങ്ങനെ ചൂടാറാൻ വേണ്ടി ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലോണം ചൂടാറി കിട്ടണം, അതിന് വേണ്ടിയിട്ട് ഞാൻ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കുക്കർ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബീഫ് കറി വെക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ വെച്ചിട്ട് നമ്മൾ ഉള്ളി സാധനങ്ങൾ, തക്കാളി, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങളിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളി സാധനങ്ങളൊക്കെ വയറ്റാൻ വെച്ച നേരം കൊണ്ട് നിച്ചുക്കുട്ടൻ പറഞ്ഞു ഉമ്മി പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് നേരം അവൻ അങ്ങനെ എടുത്തുകൊണ്ട് നടന്നതാണ് കേട്ടോ. അവനക്ക് പറ്റില്ലാണ്ടായി. പക്ഷേ ഞങ്ങളുടെ നിർബന്ധത്തിൽ പിടിക്കണേയല്ല കേട്ടോ, അവൻ്റെ സ്വന്തം ഇഷ്ടത്തിന് പിടിക്കണേയാണ് അവൻ. അല്ലെങ്കിൽ കരച്ചിലൊക്കെ ആയിരിക്കും കേട്ടോ. അവനക്ക് ഇഷ്ടമാണ്. അവൻ ആ വലിയ പെരുന്നാളുണ്ടല്ലോ, അതിന് മുമ്പ് ഒരു നോമ്പില്ലേ, അതവൻ പിടിച്ചാണ്. അത് പിന്നെ അവനക്ക് നോമ്പ് പിടിക്കണം എന്ന് തന്നെയാണ് കേട്ടോ. അവൻ മുമ്പും പറയാറുന്നു നോമ്പ് പിടിക്കണം, പക്ഷെ ഞങ്ങൾ അങ്ങനെ പിടിക്കാൻ സമ്മതിക്കൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം മുതൽ അവനക്ക് ഭയങ്കര വാശിയാണ്. അവൻ പിടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ പിടിപ്പിക്കണം. അപ്പോൾ അങ്ങനെ നോമ്പൊക്കെ പിടിച്ച് പറ്റില്ലാണ്ടായിരിക്കണേയാണ് കേട്ടോ പുള്ളി അവിടെ. അതേ കഴിഞ്ഞ് ഞാൻ എൻ്റെ അകത്ത് സവാളയൊക്കെ മൈൻഡ് വന്നത്തേക്ക് എൻ്റെ അകത്തേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, ബീഫ് മസാല, ഗരം മസാല, ഇത്ര ഐറ്റംസൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണ്ട്. ഞാൻ പച്ചമണിയൊക്കെ ഒന്ന് മാറാൻ വെക്കണം കേട്ടോ. അപ്പം നിച്ചുകൂട്ടൻ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നാളെ നോമ്പുണ്ട്. നാളെ പക്ഷേ സ്കൂളിൽ അവധിയാണോ എന്നറിയില്ല, പക്ഷെ പഠിത്തം ഉണ്ടെന്നാണ് പറഞ്ഞത്. അവധിയൊക്കെ തള്ളിക്കളഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നാളെ ഞാൻ പിടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവൻ പറഞ്ഞു ഇല്ല ഉമ്മ എനിക്ക് കുഴപ്പമില്ല, വിളിച്ചേക്കാനൊക്കെയാണ് കേട്ടോ അവൻ പറഞ്ഞു. പക്ഷേ നാളെ എന്താണ് പിടിപ്പിക്കണമെന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവന് തീരെ പറ്റില്ല കേട്ടോ. സ്കൂളിലേക്ക് നോമ്പ് പിടിച്ചോണ്ട് ഇന്ന് തന്നെ അവൻ വീട്ടിലിങ്ങനെ ഇരുന്നിട്ട് തന്നെ അവനൊട്ടും പറ്റില്ലാണ്ടായി അവശതയായി തുടങ്ങിയുണ്ട് കേട്ടോ. പക്ഷെ അവനോട് പറഞ്ഞാൽ കേൾക്കില്ല, എന്താ ചെയ്യാല്ലേ. പിന്നെ പിള്ളേർക്കും കൊതിയൊക്കെ ഉണ്ടാവില്ല. ഞങ്ങളൊക്കെ ഇങ്ങനെ നോമ്പ് പിടിക്കുമ്പോൾ ഞാനും ഇതുപോലെ ഞങ്ങൾ 3 പെൺപിള്ളേരാണ് എൻ്റെ വീട്ടിൽ. അപ്പം ഞാനാണ് ഇളയത്. അപ്പം ഞങ്ങളും ഇങ്ങനെ കുഞ്ഞിലേ മുതൽ നോമ്പൊക്കെ പിടിച്ച് ശീലിച്ചതുകൊണ്ട് നമുക്കതറിയാം. അപ്പം അതാണ് കേട്ടോ പുള്ളി പറയണേ എനിക്ക് നോമ്പ്. പിന്നെ അവൻ്റെ കൂട്ടുകാരന്മാരെയൊക്കെ നോമ്പ് പിടിക്കണ്ടെന്ന് പറയും. ഈ സ്കൂളിലും മദ്രസയിലേക്കും ചെല്ലുമ്പോഴേ, സ്കൂളിലും മദ്രസയിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ കൂട്ടുകാരന്മാർ പറയും എടാ നാളെ ഞാൻ നോമ്പ് പിടിക്കണ്ട, നീ പിടിക്കണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവനും പറയും പിടിക്കണ്ടെന്നും പറഞ്ഞ് പോരും. അപ്പം പിന്നെ അവനക്ക് അങ്ങനെ ഒരു വാശിയാവും. അതാണ് കേട്ടോ മെയിനായിട്ട് നോമ്പ് പിടിക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇറച്ചിയൊക്കെ അങ്ങനെ ബീഫൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ ചൂടാറാൻ വെച്ചാർന്ന ഉരുളക്കിഴങ്ങുണ്ടല്ലോ, അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം ചൂടാറിയതിന് ശേഷമാണ് ഒരു ബൗളിലേക്ക് ഇട്ടോണം. ഉപ്പ് മാത്രം അത്യാവശ്യം ഉപ്പ് മാത്രം ഇട്ടൊന്ന് വേവിച്ചാണ് കേട്ടോ. മഞ്ഞപ്പൊടി കാര്യങ്ങളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് നല്ലോണം ഒന്ന് അത് ഉടച്ചെടുക്കണം കേട്ടോ. കയ്യിൽ വെച്ച് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം. അത് ഉടച്ചെടുത്തതിന് ശേഷം ക്യാരറ്റ് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചല്ലോ, ഗ്രേറ്റ് ചെയ്ത് വെക്കുക. നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു സാധനത്തിലിട്ട് ഇങ്ങനെ വലിക്കാം.
അങ്ങനെ അതാ വച്ചിട്ടുണ്ട്, വലിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിനെന്താ പറയുക, ഞാൻ ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാം, ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അതുപോലെ തന്നെ ക്യാപ്സിക്കം, അതുപോലെ തന്നെ ക്യാരറ്റ്, തക്കാളി, അതുപോലെ തന്നെ ഒരു സവാള ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുഞ്ഞിതായിട്ട് നുറുക്കിയെടുത്തിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ അകത്തേക്ക് ഇട്ടാൽ ശരിയാവത്തില്ലാത്ത കാരണം അല്ലെങ്കിൽ നമ്മുടെ ചോപ്പറിൽ ഇട്ടൊന്ന് വലിച്ചെടുത്താലും മതി. സവാളയും പച്ചമുളകും, പിന്നെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അധികം എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ. അതാണ് കേട്ടോ അത്ര ഇട്ട് കൊടുത്താൽ നിച്ചുകൂട്ടിനും കഴിക്കാനുള്ളതായി. അപ്പോൾ നിങ്ങൾ വിചാരിക്കില്ല കൊച്ചിനും കഴിക്കാനുള്ളതായതുകൊണ്ട് ഇത്രയും മുളകിടേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാമല്ലോ. അപ്പോൾ ഒട്ടും എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ അകത്തേക്ക് ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ നുള്ള ഉപ്പും, അതുപോലെ തന്നെ ഒരു നാരങ്ങയുടെ മുറി. ഇത്രയും ഐറ്റംസ് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിൻ്റെ അടുത്ത് ഞാൻ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കാര്യം വിട്ടുപോയി പറയാൻ. മല്ലിയിലയോടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്ര ഇട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. നല്ലോണം നമ്മുടെ നാരങ്ങയുടെ നീര് ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും ചെല്ലാൻ ഭാഗത്തും നല്ലോണം ഒന്ന് മിക്സ് എടുത്തിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മളൊരു 2 ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ 4 സൈഡും കട്ട് ചെയ്ത് കളയാം. നമ്മുടെ ആ ബ്രൗൺ കളർ ഉണ്ടല്ലോ, ആ ജസ്റ്റ് കത്തി വെച്ച് ഒന്ന് 4 സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു ഭംഗിക്ക് വേണ്ടി കട്ട് ചെയ്തെടുത്തു എന്നുള്ളൂ. അത് നമുക്ക് വേണമെങ്കിൽ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പൊടിച്ച് മാറ്റി വെക്കാം കേട്ടോ. കട്ട്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മുക്കി കൊടുക്കണമല്ലോ, മുട്ടയുടെ വെള്ളയിൽ മുക്കിയിട്ട് നമ്മൾ ബ്രെഡിൻ്റെ പൊടിയിൽ മുക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ കളയേണ്ട കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അഥവാ ഇനി മുറിച്ച് കൊടുത്തില്ല എന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ ഒരു ബ്രെഡ് അങ്ങനെ 4 സൈഡും കട്ട് ചെയ്ത് കളഞ്ഞ് ബ്രെഡ് എടുത്ത് ഞാൻ ഒരു ബ്രെഡിൽ ഇതാ അങ്ങനെ ടൊമാറ്റോ സോസ് തേച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ സോസ് ഒഴിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ആ ഫില്ലിംഗ് ഉണ്ടല്ലോ, നമ്മൾ ഉണ്ടാക്കി വെച്ച ഐറ്റംസ്, നമ്മൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ക്യാപ്സിക്കം തക്കാളി അങ്ങനെയൊക്കെ നമ്മളെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത്യാവശ്യം എല്ലാം ഒരേ ലെവലിൽ നിൽക്കാൻ പാകത്തിന് വേണം കേട്ടോ അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ. ഒരു സൈഡിൽ പൊങ്ങി ഒരു സൈഡിൽ താന്ന് അങ്ങനെ ഇരിക്കരുത്. നമ്മൾ അത്യാവശ്യം സ്പൂണൊക്കെ വെച്ച് നല്ലോണം ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ പറഞ്ഞ് ഫില്ല് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു ബ്രെഡോടെയും വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബ്രെഡോടെയും വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം എന്താ കോൺ ആകൃതിയിൽ ഒന്ന് മുറിച്ച് അതിൻ്റെ ജസ്റ്റ് ഒന്ന് അത് കോൺ പോലെ വെച്ചിട്ട് ഒന്ന് മുറിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് നമ്മൾ വർക്കോ പൊരിക്കോ കാര്യങ്ങളൊന്നും വേണ്ട. ബ്രെഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം നെയ്യിലേക്ക് ഒന്ന് ടോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമല്ല, അതുകൊണ്ട് പച്ചയ്ക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ തന്നെ കഴിക്കുവാണെങ്കിൽ സെറ്റപ്പാണ്. നമ്മൾ പൊരിച്ച് കൊടുക്കണമെന്ന കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ, പിന്നെ ഹെൽത്തി ഇതാണല്ലോ. നമ്മൾ ഈ എണ്ണയിലേക്ക് മുക്കി പൊരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ബ്രെഡൊക്കെ ആയതുകൊണ്ട് ഒരുപാട് എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പിന്നെ നെയ്യിലിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വെച്ചാൽ എനിക്ക് നെയ്യുടെ ചുവ അത്ര ഇഷ്ടമല്ല കേട്ടോ. നിച്ചുകൊട്ടനെയൊക്കെ ഞാൻ ചിലപ്പോൾ തിന്നോ ഇല്ലയോ എന്നൊക്കെ സംശയം. അപ്പോൾ നമ്മുടെ നോമ്പ് തുറ ഐറ്റം ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. വേറെ സിമ്പിൾ ഐറ്റം അല്ലേ, നമുക്ക് വേറെ പ്രത്യേകിച്ച് പണിയോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ആ ഉരുളക്കിഴങ്ങ് വേവിക്കണം, അതുള്ളൂ കേട്ടോ. നമ്മൾ കുക്ക് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഉരുളക്കിഴങ്ങും കാര്യങ്ങളും. നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൽ ഇട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഐറ്റം ഉണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റം അല്ലേ. നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് പാട് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. നമുക്ക് ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല തുണി വൈകുന്നേരത്തേക്കാണ്. അപ്പം ഞാൻ അതിൻ്റെ അടുക്ക് തുണിയൊക്കെ മിഷ്യത്തിൽ അലക്കാൻ ഇട്ടുണ്ടായിരുന്നു, അലക്കി ഉണക്കി എടുത്തുണ്ട്. ഇനി അതൊക്കെ വിരിച്ചിടലാണ് കേട്ടോ എൻ്റെ അടുത്ത പണി. അപ്പോൾ അഴയെ കിടന്ന തുണികളൊക്കെ ഞാൻ അകത്തുകൊണ്ടൊന്ന് ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ തുണി വിരിച്ചിടലേയും കഴിഞ്ഞ് കയറി തന്നെയുണ്ട്. അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടീനെ അവിടെ കിടക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അഴയെ കിടന്ന തുണികളെല്ലാം ഞാൻ അവിടെ കട്ടിലേക്ക് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. ഈ മുറിയിലാണ് ആരും അങ്ങനെ അഥവാ അങ്ങനെ കിടക്കാറൊന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണ സമയത്തേക്ക് അങ്ങനെ വന്ന് കിടന്നെങ്കിലേ ഉള്ളൂ കേട്ടോ, അല്ലാണ്ട് ഞാൻ അവിടെ കിടക്കാറൊന്നുമില്ല. അപ്പോൾ ഇത് മുമ്പ് ഫ്രണ്ടാണ് കേട്ടോ, ആ ജനലിൻ്റെ അപ്പുറത്തേക്ക് കണ്ടു നല്ല വെളിച്ചം കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ മുറിക്ക്. അപ്പോൾ അങ്ങനെ തുണികളും കാര്യങ്ങളൊക്കെ മട്ടിക്ക് നല്ല ക്ലിയർ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നാളെ ആ തുണി കൊണ്ടുമ്പോൾ വീണ്ടും അതുപോലെ തന്നെയാവും കേട്ടോ. പക്ഷേ തുണി മടക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. വേറെ ഏത് പണിയെടുക്കാനും എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. തുണി മടക്കാൻ മടിയുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ തുണി മടക്കലെല്ലാം കഴിഞ്ഞിതാ അടുക്കളയിലേക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കിയ സംഭവങ്ങളെല്ലാം കഴുകി വെക്കണം, കിച്ചൺ ക്ലീൻ ചെയ്തിടണം. നോമ്പ് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളെല്ലാം ചെയ്ത് വെക്കണമല്ലോ. ഇനി എല്ലാം എടുത്ത് ഫ്രിഡ്ജിലെടുത്ത് വെക്കേണ്ട, ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് എല്ലാം തൂത്ത് തുടച്ച് സെറ്റപ്പാക്കി ഇടണം. അങ്ങനെ പണികൾ ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ തീർക്കുവാണെങ്കിൽ പിന്നെ നോമ്പ് തുറന്ന് കഴിയുമ്പോൾ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് വലിയ പണികൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ ആ ചായ കുടിക്കണേയും കാര്യങ്ങൾക്കുള്ള പാത്രങ്ങൾ മാത്രമായിട്ട് ഉണ്ടാവുള്ളൂ. അങ്ങനെ എല്ലാം ലോഷനൊക്കെ വെച്ച് നല്ലോണം എല്ലാം തുടച്ച് സെറ്റാക്കി ആ പാത്രങ്ങളെല്ലാം കഴുകി
അങ്ങനെ ക്ലീൻ ആക്കി ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ സെറ്റാക്കി ഇട്ടുണ്ട്. നമ്മൾ ചാവടിയും കഴിഞ്ഞുമ്പോൾ വീണ്ടും വരും കേട്ടോ പാത്രങ്ങൾ കഴുകാൻ. പാത്രം കഴുകൽ പിന്നെ നമുക്ക് അതെപ്പോഴും ഉണ്ടാവില്ല, അത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ എന്ത് പാത്രം എടുത്താലും അവിടെ തന്നെയാണ്. ആരാണേലും അങ്ങനെയല്ലേ കൊടുന്നിടുള്ളൂ, നമ്മൾ തന്നെ വേണമല്ലോ കഴുകിക്കാൻ. അപ്പോൾ അതാ നിച്ചുകൂട്ടൻ അതിക്കോട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ബാങ്ക് വിളിക്കാനും സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ എന്താ ചായ വെച്ചിട്ടുണ്ട് കേട്ടോ. ബ്രൂ കോഫി മതിയെന്ന് പറഞ്ഞു അവനക്ക്. അപ്പോൾ അതാ ബ്രൂ കോഫി ഉണ്ടാക്കുന്നുണ്ട്. അത് പാല് തിളച്ച് കഴിയുമ്പോൾ എൻ്റെ അകത്തേക്ക് ഒരു കപ്പിലേക്ക് പൊടി ഇട്ടിട്ട് എൻ്റെ അകത്തേക്ക് ഒഴിച്ചാലും മതിയായിരുന്നു. പിന്നെ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒന്നിച്ച് എൻ്റെ അകത്തേക്ക് ഇട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് കറിയും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റായി വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ബീഫ് കറിയുടെ എയറും കാര്യങ്ങളൊക്കെയും പോയി ഇവിടെ സെറ്റായി വന്നിരിക്കുന്നുണ്ട്. അത്യാവശ്യം ചാറിന് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയാണ്. കാരണം പത്തിരിക്കൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ചാറ് വേണം കേട്ടോ. അപ്പോഴത്തേക്കും പാങ്കുളിക്കാറൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എല്ലാ സാധനങ്ങളും കൊടുന്ന് ടേബിളിൻ്റെ മുകളിൽ വച്ചിട്ടുണ്ട്. പുറത്തല്ല, ഞങ്ങൾ അടുക്കളയിലാണ് വലിയ ടേബിൾ ഇട്ടാണ്. കാരണം അകത്തേക്ക് കയറാൻ പാടാണ് ആ ടേബിൾ. അതുകൊണ്ട് ഞാൻ 2-3 പ്രാവശ്യം നോക്കിയതാണ്. പക്ഷെ അകത്തേറെ പിന്നെ അടിയിലുള്ള ബുഷ് ഊരിയ കയറുമെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഇടയ്ക്കൊന്ന് നോക്കണം അത്. അതുകൊണ്ട് അകത്ത് ചെറിയൊരു ടേബിളാണ് ഇട്ടിട്ടാണ്. അപ്പോൾ അതും കൂടെ കേട്ടോ വന്നിരിക്കണം. അപ്പോൾ അതാ ഞങ്ങളിതാ ബാങ്കൊക്കെ വിളിച്ച് ഞങ്ങൾ നോമ്പ് തുറന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇക്ക വന്നിട്ടില്ല കേട്ടോ. ഇക്ക കുറച്ച് കഴിഞ്ഞിട്ടാണ് വരുള്ളൂ. ഇക്ക വണ്ടി പോയിട്ട് വന്നിട്ടില്ല, സമയം എടുക്കും. ഇക്ക വരുമ്പോൾ ഏകദേശം ഒരു 8:30-9 മണിക്കാവും കേട്ടോ. അപ്പോൾ അധികം കഴിഞ്ഞാൽ ഞാൻ എന്താ അങ്ങനെ എനിക്ക് സോസും വേണം കേട്ടോ. ആദ്യം നമ്മൾ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും എനിക്ക് അത്യാവശ്യം നല്ലോണം സോസും കാര്യങ്ങളൊക്കെ വേണം. എന്നാലാണ് കേട്ടോ കഴിക്കുമ്പോൾ ഒരു ഗുമ്മുണ്ടാവുള്ളൂ. അങ്ങനെ സോസും കാര്യങ്ങളെല്ലാം തേച്ചപ്പോൾ അത് അനിച്ചുകൂട്ടൻ്റെയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. നമ്മുടെ കുട്ടികളൊക്കെ ഞാൻ പറയില്ല, സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് ഭയങ്കര സന്തോഷമല്ല നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കുമ്പം. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ചു കൊടുക്കണേലും എപ്പോഴും നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കണം. കടയിലൊക്കെ മേടിച്ച് വെക്കണത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് എത്ര ദിവസം എത്തിയതാണെന്ന് നമുക്ക് എണ്ണ അങ്ങനെയൊക്കെയല്ലേ. അങ്ങനെയൊക്കെ നോക്കി ഇന്നത്തെ കാലത്ത് ഒന്നും കഴിക്കാൻ പാടില്ല കേട്ടോ. പക്ഷെ ഞാൻ എന്നുദ്ദേശിച്ച് പറഞ്ഞല്ല, ഇതൊക്കെ സിമ്പിളായിട്ടില്ല, നമുക്ക് ഇതൊക്കെ വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ പറ്റാവുന്ന റൈറ്റാണ്. സ്നാക്സും കാര്യങ്ങളും ചായക്കും കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ നിസ്കരിക്കാനും ഓതാനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നോട്ടെ. നിച്ചുക്കുട്ടേന് പത്തിരിയും കാര്യങ്ങളൊന്നും ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നിസ്കരിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് കയറിയതാണ്. അപ്പോൾ നിസ്കാരം ഓത്തെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു 8:15 ആയി. അന്നേരം നിച്ചുക്കുട്ടന് പത്തിരി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പത്തിരി ഇറച്ചിയും എടുക്കുവാണ് കേട്ടോ. അപ്പോൾ അതാ അവനക്ക് കുറച്ച് മതിയെന്നാണ് പറഞ്ഞേ, പക്ഷെ മൊത്തം ഫുള്ള് തിന്നുമെന്ന് അറിയത്തില്ല. പക്ഷെ ഫുള്ള് കഴിച്ചുവിട്ട അവൻ. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ അത്യാവശ്യം വിശപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവനക്ക് പത്തിരിയും കാര്യങ്ങളെല്ലാം കൊടുത്ത് അവനെ കിടത്തി ഉറക്കി. അവനക്ക് ഞാൻ കൂടെ കിടത്തി ഉറക്കണം കേട്ടോ. അവൻ ഒട്ടും പറ്റില്ലായിരുന്നു. അപ്പോൾ അതാ അവനങ്ങനെ കിടത്തി ഉറക്കിയിട്ടുണ്ട്. അവനെന്താ പിന്നെ ഉറങ്ങുമ്പോൾ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ അവൻ്റെ വണ്ടി അവനക്ക് അടുത്ത് വേണം. എന്തെങ്കിലും ഒരു സാധനം അവൻ അടുത്ത് വെച്ചുകൊണ്ടാണ് അവൻ്റെ കിടക്കുള്ളൂ. പിന്നെ അവൻ ഉറങ്ങി കഴിയുമ്പോൾ ഞങ്ങളടുത്ത് മാറ്റും കേട്ടോ. അത് കഴിഞ്ഞിതാ നാളെ നോമ്പുണ്ടല്ലോ. നാളെ ഇടയത്തയത്തിന് എണിക്കാനുള്ള ഉരുളക്കിഴങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ഒലുത്തിയെടുത്തുണ്ട്. ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് സവാളയൊക്കെ മുറുക്കി മഞ്ഞപ്പൊടി മുളക് പൊടി കിട്ടുമെന്ന് ജസ്റ്റ് ഇതാക്കി എടുത്തുള്ളൂ. അത് കഴിഞ്ഞ് എൻ്റെ മേലെ കഴുകലയും കഴിഞ്ഞ് ഇക്കായും വന്ന് ഇക്കാടെ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ ചായ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങളങ്ങനെ ചായ കുടിക്കാനൊക്കെ ആയിട്ടിരുന്നു. പിന്നെ ഞാൻ മാക്സിമം ഇക്കാടെ ഒപ്പം ഇരുന്ന് കഴിക്കാനുണ്ടോ നോക്കുള്ളൂ. എനിക്കതാണ് കേട്ടോ ഇഷ്ടം, തന്നെ ഇരുന്ന് കഴിക്കാൻ ഇഷ്ടമല്ല. നിച്ചുകൂടൻ കഴിക്കുമ്പോൾ നിച്ചുകൂടൻ ഞാൻ വാരി കൊടുക്കും. പിന്നെ ഞാൻ കഴിക്കുമ്പോഴെന്ന് വെച്ചാൽ ഇക്ക വരാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യും കേട്ടോ. എപ്പോഴും നമ്മളതല്ല, നമ്മൾ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുമല്ലോ എപ്പോഴും നല്ലത്. അപ്പോൾ അതാ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. അടുത്തൊരു വീഡിയോ അല്ല, നാളത്തെ നോമ്പിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അതാ മുഹറം 10 നോമ്പിൻ്റെ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അസ്സലാമു അലൈക്കും.